ദിലീപ് കുമാർ ഉള്ളത് ബേപ്പൂർ തുറമുഖത്ത് നിന്നാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ദിലീപ്, ബേപ്പൂരിലേക്ക് കൊണ്ടുവരുമോ ഈ രക്ഷപ്പെടുത്തിയവരെ എന്നൊക്കെയുള്ളതിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയായിട്ടില്ല. പക്ഷേ എല്ലാ സജ്ജീകരണങ്ങളും അവിടെയുണ്ട്. ഏത് തരത്തിലേക്കാണ് അവിടെ ക്രമീകരണങ്ങൾ? അനുജ, വാൻഹായ് 503 എന്ന കപ്പലിനാണ് ഉൾക്കടലിൽ തീപിടിച്ചിട്ടുള്ളത്. ഈ കപ്പലിലുള്ള ജീവനക്കാരെ ഇവിടേക്ക് കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണമായിട്ടില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട ചില പരിമിതികൾ ഈ ബേപ്പൂർ തുറമുഖത്തിന് നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ഇവിടെ കപ്പൽ ചാലിന് ആഴം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കപ്പലിലേക്ക് ഇവിടെ നേരിട്ടിങ്ങി തുറമുഖത്തേക്ക് എത്തിക്കാൻ കഴിയില്ല, പോർട്ടിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അവിടെ ആഴക്കടലിൽ നങ്കൂരം ഇട്ടതിനു ശേഷം ചെറു ബോട്ടിലോ കപ്പലിലോ ആയിരിക്കണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടത്. അത് ഒരു സമയ തടസ്സം, അത്തരത്തിലുള്ള ഒരു സമയ ദൈർഘ്യം ഒഴിവാക്കുന്നതിനായി മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ബേപ്പൂർ തുറമുഖത്ത് വേണ്ടത്ര സജ്ജീകരണങ്ങൾ, മെഡിക്കൽ ടീമൊക്കെ എത്തിയിട്ടുണ്ട്, ആംബുലൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ നിലയിൽ പെട്ടെന്ന് തന്നെ അതിനുവേണ്ട അടിയന്തര വൈദ്യ ശുശ്രൂഷ നൽകുന്നതിനും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനുമൊക്കെയായി നേരത്തെ തന്നെ കോഴിക്കോട്ടെ ആശുപത്രികൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഈ കപ്പൽ കമ്പനിയുടെ കൊച്ചിയിലെ ഏജന്റ് ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം ആ നിലയിലുള്ള നിർദ്ദേശം നൽകിയിരുന്നത്. അങ്ങനെ ബേപ്പൂർ തുറമുഖം ഏതാണ്ട് പൂർണ്ണ സജ്ജമാണ്. ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിന് അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ട അടിയന്തര ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ട ക്രമീകരണങ്ങളും ഒക്കെ ഈ തുറമുഖത്തിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അനുജ, അതാണ് ബേപ്പൂർ തുറമുഖത്തു നിന്നുള്ള വിവരങ്ങൾ. ബി ദിലീപ് കുമാറാണ് നൽകിയത്. പരുക്കേറ്റവരെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നതിൽ വ്യക്തതയായിട്ടില്ല. രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രഥമ പരിഗണന. അതിൽ രക്ഷപ്പെടുത്തിയവരെ വൈദ്യസഹായം നൽകി അവരെ സജ്ജരാക്കുക എന്നുള്ളതുണ്ട്. കൂടാതെ കാണാതായവർക്കായുള്ള തിരച്ചിൽ, ഫയർ ഫൈറ്റിംഗ്, തീ നിയന്ത്രണ വിധേയമാക്കുക, ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പ്രഥമ പരിഗണനയോടെ തന്നെ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചെയ്തുകൊണ്ടിരിക്കുന്നത്.